പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണച്ചും പ്രശംസിച്ചും സംസാരിച്ച കോൺഗ്രസ് എംപി ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് മുഖപത്രം വീക്ഷണം. ആരാച്ചാർക്ക് അഹിംസ അവാർഡോ എന്ന തലക്കെട്ടോടെയാണ് മുഖപ്രസംഗം കൊടുത്തിരിക്കുന്നത്. വെളുപ്പാങ്കാലത്ത് മുതൽ വെള്ളം കോരിയിട്ട് സന്ധ്യയ്ക്ക് കുടമുടിക്കുന്നത് പരിഹാസ്യമാണ്. സർക്കാർ വിരുദ്ധ വികാരം ആളിപ്പടരുമ്പോൾ തന്നെ അതിന് ഊർജം പകരേണ്ടവർ തന്നെ അത് അണയ്ക്കാൻ വെള്ളം ഒഴിക്കുകയാണെന്നും വീക്ഷണം വിമർശിച്ചു. ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ മോദിയെ പ്രശംസിച്ചതിനും വീക്ഷണം തരൂരിനെ വിമർശിച്ചിട്ടുണ്ട്. അതേസമയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ തരൂർ പുകഴ്ത്തിയത് ശരിയല്ല എന്ന അഭിപ്രായമാണെങ്കിലും വിഷയം ആളിക്കത്തിക്കേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. AICC നേതൃത്വം തരൂരിനെ പാർട്ടി നിലപാട് അറിയിച്ചെങ്കിൽ പോലും തൽക്കാലം ഒരു നടപടി വേണ്ടെന്ന നിലപാടിലാണ് കോൺഗ്രസ് ഉള്ളത്. അതേസമയം പാർട്ടിയെ വെല്ലുവിളിക്കുന്ന ശശി തരൂരിനോടുള്ള നേതൃത്വത്തിന്റെ നിലപാടിൽ സംസ്ഥാന കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. തരൂരിനെ ഒട്ടും വിമർശിക്കാതെ വ്യവസായ മന്ത്രിയുടെ മാത്രം അവകാശവാദങ്ങളെ തള്ളിപ്പറഞ്ഞുള്ള KPCC അധ്യക്ഷന്റെ പ്രതികരണത്തോടെയാണ് ഭിന്നത രൂക്ഷമായിരിക്കുന്നത്. ശക്തമായ ഭാഷയിൽ തരൂരിനെ തള്ളിപ്പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശനും UDF കൺവീനറായ MM ഹസനും രംഗത്തെത്തിയപ്പോൾ ചില നേതാക്കൾ മൗനത്തിലുമാണ്. വ്യക്തിപരമായ അഭിപ്രായം പറയണമെങ്കിൽ തരൂർ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്വം രാജിവെക്കണമെന്നതായിരുന്നു ഹസൻ അടക്കമുള്ളവർ പറഞ്ഞത്. മറുവശത്ത് തരൂരിനെ പ്രശംസിച്ച് പിടിവള്ളിയാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള CPM നേതാക്കൾ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുകയും UDFിലെ തലവേദനയുടെ ആക്കം കൂട്ടുകയുമാണ് ചെയ്തിരിക്കുന്നത്. വിശ്വപൗരനെന്ന വിശേഷണത്തോടെ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് അവതരിപ്പിച്ച നേതാവാണ് ശശി തരൂർ. 4 പ്രാവശ്യമാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് മന്ത്രിയാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ തരൂർ ഇടം തിരിഞ്ഞു നിൽക്കുകയാണെന്നത് കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന കാര്യമാണ്. നേരത്തെ കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ തന്നെ നെഹ്റു കുടുംബത്തിലെ നോട്ടപ്പുള്ളിയായി മാറിയിരുന്നു തരൂർ. തനിക്ക് അർഹമായ സ്ഥാനങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്ന പരാതി അദ്ദേഹത്തിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കോൺഗ്രസ് അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടാൽ തന്നെ ഇത് വലിയ രീതിയിൽ ബാധിക്കുമെന്ന ചിന്തയും തരൂരിന് ഉണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ടാണ് തരൂർ ഇപ്പോൾ ഇടം തിരിഞ്ഞു നിൽക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും തരൂർ കോരിയിട്ട കനലുകൾ കോൺഗ്രസിൽ നന്നായി തന്നെ പുകയുകയാണ് എന്ന് ഉറപ്പാണ്. അമേരിക്കയിൽ ചില വമ്പൻ നീക്കം നടക്കുന്നതിനിടെ മോദിയുടെ സന്ദർശനം യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നായിരുന്നു കോൺഗ്രസിന്റെ വിമർശനം. എന്നാൽ ഇതിന് വിപരീതമായിട്ടുള്ള തരൂരിന്റെ പ്രതികരണം കോൺഗ്രസിനെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്.